ഹലോ നമസ്കാരം, ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ബയോമെട്രിക് അപ്പോയിൻമെന്റിനെ കുറിച്ചാണ്. ഓക്കെ, സോ ബയോമെട്രിക് അപ്പോയിൻമെന്റിന് പോകുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് കൊണ്ടുപോകേണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ എൻ്റെ എല്ലാ ഫയലും കൊണ്ടാണ് പോയത്. ഇൻ കേസ് അവിടെ ചെന്ന് എന്തെങ്കിലും ചോദിച്ചാൽ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ തിരിച്ചു പോകേണ്ടി വരുമല്ലോ എന്ന് വിചാരിച്ച് എല്ലാ കാര്യങ്ങളും കൊണ്ടുപോയി. പക്ഷെ അവിടെ ആകെ ഫസ്റ്റ് ചോദിച്ചത് QR കോഡാണ്. രണ്ടാമത് നമ്മൾ അപ്പോയിൻമെന്റിന് ആ സ്ലോട്ടിലേക്ക് പോകുമ്പോൾ അവർ ചോദിക്കുന്നത് മാതാപിതാക്കളുടെ സെറ്റിൽഡ് സ്റ്റാറ്റസ് ഉള്ള ആളുടെ പാസ്പോർട്ട്, അതുപോലെ അവരുടെ BRP കാർഡ്, ഇത്തരം കാര്യങ്ങളാണ് ചോദിച്ചത്. കുഞ്ഞിൻ്റെ ബർത്ത് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് പോലും എൻ്റെ കുഞ്ഞിൻ്റെ സർട്ടിഫിക്കറ്റ് അവർ ചെക്ക് ചെയ്തിരുന്നില്ല. പിന്നെ ഇതിൽ കുറേ ഡൗട്ട്സ് വരുന്നുണ്ട് ബയോമെട്രിക് അപ്പോയിൻമെന്റിനെ കുറിച്ച്. ആ ഡൗട്ട്സിനെ കുറിച്ചാണ് ഇനി ഞാൻ നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഡൗട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ബയോമെട്രിക് അപ്പോയിൻമെന്റിന് കുഞ്ഞിനെ കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ടോ? തീർച്ചയായിട്ടും കുഞ്ഞിനെ കൊണ്ടുപോകണം. കാരണം അവിടെ ചെന്ന് കുഞ്ഞിൻ്റെ ഫോട്ടോഗ്രാഫ് അവരെടുക്കും. അപ്പോൾ കുഞ്ഞിൻ്റെ ഫോട്ടോഗ്രാഫ് എടുക്കണമെങ്കിൽ കുഞ്ഞ് വേണമല്ലോ. അപ്പോൾ കുഞ്ഞിനെ എന്തായാലും കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ട്. ഓക്കെ. രണ്ടാമത്തെ ഡൗട്ട് ചോദിച്ചിരിക്കുന്നത് പേയ്മെന്റിനെ കുറിച്ചാണ്. ഈ ബയോമെട്രിക് അപ്പോയിൻമെന്റിന് പോകുമ്പോൾ നമ്മൾ പേയ്മെന്റ് ചെയ്യേണ്ടതുണ്ടോ? തീർച്ചയായിട്ടും പേയ്മെന്റ് ചെയ്യേണ്ട ചില സന്ദർഭങ്ങളുണ്ട്. അതായത് ഇപ്പോൾ ഞാൻ എൻ്റെ എക്സാമ്പിൾ പറയാം. ഇപ്പോൾ എനിക്ക് നാട്ടിൽ പോകണം അർജന്റായിട്ട്. അപ്പോൾ എൻ്റെ കുഞ്ഞിന് പെട്ടെന്ന് തന്നെ സിറ്റിസൺഷിപ്പ് എനിക്ക് വേണം. അത് കിട്ടിയിട്ട് വേണം എനിക്ക് പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യാൻ. അത് കിട്ടിയിട്ട് വേണം എനിക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ. അപ്പോൾ എനിക്ക് അർജന്റ് ആയിരുന്നു. അപ്പോൾ അർജന്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ ബയോമെട്രിക് അപ്പോയിൻമെന്റിന് കുറേ നാൾ വെയിറ്റ് ചെയ്യാൻ എനിക്ക് പറ്റില്ല. ഉടനെ ഏറ്റവും പെട്ടെന്ന് കിട്ടുന്ന അപ്പോയിൻമെന്റ് എനിക്ക് വേണം. അപ്പോൾ ഞാൻ 210 പൗണ്ട് പേ ചെയ്തിട്ടാണ് ഞാൻ അപ്പോയിൻമെന്റ് എടുത്തത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് അത്ര എമർജൻസി ഒന്നുമില്ല, പക്ഷേ നെക്സ്റ്റ് മന്തിലത്തെ അപ്പോയിൻമെന്റ് കിട്ടിയാൽ കൊള്ളാം എന്നുള്ളവരാണെങ്കിൽ, അപ്പം ഞാൻ അങ്ങനെയുള്ള ഇത് നോക്കിയായിരുന്നു. ഇപ്പോൾ 135 പൗണ്ട് സംതിങ്ങിൽ അപ്പോയിൻമെന്റ് ഉണ്ടായിരുന്നു. അതുമല്ല, ഇപ്പോൾ എനിക്ക് 2 മാസത്തിനുള്ളിൽ ബയോമെട്രിക് അപ്പോയിൻമെന്റ് കിട്ടിയാൽ മതി. എന്നിട്ട് എനിക്ക് ഇപ്പോൾ നാട്ടിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്കിപ്പോൾ ഇത്ര അർജന്റായിട്ട് സിറ്റിസൺഷിപ്പ് മോൾക്ക് കിട്ടിയിട്ട് ആവശ്യമൊന്നുമില്ല. അങ്ങനെ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള ബയോമെട്രിക് അപ്പോയിൻമെന്റിന്റെ ഡേറ്റ് എടുക്കാം. അപ്പോൾ ഡേറ്റ്സ് എന്തെന്നുണ്ടെങ്കിൽ, എമർജൻസി അപ്പോയിൻമെന്റിന് നിങ്ങൾ കൂടുതൽ പൈസ കൊടുക്കേണ്ടി വരും. ഇപ്പം നിങ്ങൾക്ക് എമർജൻസി അപ്പോയിൻമെന്റിന് ആവശ്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ അപ്പോയിൻമെന്റും ചൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ. ഇനി അടുത്ത ഡൗട്ട്, നിങ്ങളുടെ അടുത്ത് തന്നെ അപ്പോയിൻമെന്റിന് സെന്റർ ഉണ്ടോ? ഈ ഡൗട്ടിനുള്ള ഉത്തരമാണ് അടുത്തത് പറയാൻ പോകുന്നത്. ബയോമെട്രിക് അപ്പോയിൻമെന്റിന് നിങ്ങളൊരു ഡേറ്റ് നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ അതിൽ നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് വരും. അതായത് ലണ്ടൻ, ബർമിംഗ്ഹാം, കോവൻട്രി, ലിവർപൂൾ, അങ്ങനെ കുറേ സ്ഥലങ്ങളുടെ ഇത് വരും. അപ്പം ഞാൻ എൻ്റെ മോൾക്ക് പീറ്റർബറോയിൽ പോയിട്ടാണ് അപ്പോയിൻമെന്റ് എടുത്തത്. ഇപ്പം നിങ്ങളുടെ അടുത്ത് തന്നെ, നിങ്ങൾ താമസിക്കുന്ന എവിടെയാണോ അതിൻ്റെ അടുത്ത് സെൻറ്റർ ഉണ്ടെങ്കിൽ, വിസ സെൻറ്റർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയിട്ട് ബയോമെട്രിക് അപ്പോയിൻമെന്റ് എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം നിങ്ങൾക്ക് എവിടെയാണ് ബയോമെട്രിക് അപ്പോയിൻമെന്റിന് പോകേണ്ടതെന്ന്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഡൗട്ട്സ് ഒന്നും കൂടി ഞാൻ പറയുകയാണ്. കുഞ്ഞിനെ തീർച്ചയായിട്ടും ബയോമെട്രിക് അപ്പോയിൻമെന്റിന് കൊണ്ടുപോകണം. കാരണം കുഞ്ഞിൻ്റെ ഫോട്ടോ അവരെടുക്കുന്നതാണ്. രണ്ടാമത്, ഫീസ് പേയ്മെന്റ് അക്കോർഡിംഗ് ടു ദ അർജൻസി ഓഫ് അപ്പോയിൻമെന്റ്. എമർജൻസി ആണെങ്കിൽ ഫീ പേ ചെയ്യേണ്ടി വരും. അല്ല, നിങ്ങൾക്ക് എമർജൻസി ഒന്നും ഇല്ലെങ്കിൽ ഫ്രീ അപ്പോയിൻമെന്റും നിങ്ങൾക്ക് ബയോമെട്രിക്കിന് കിട്ടുന്നതായിരിക്കും. മൂന്നാമത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലേസ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. പക്ഷേ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ ഡേറ്റ് അവൈലബിൾ ആണോ ആ സ്ഥലത്ത് എന്ന് നോക്കേണ്ട ഒരു ആവശ്യം മാത്രമാണ് ഉള്ളത്. ചില സ്ഥലത്ത് ഓൾറെഡി എല്ലാം ഫില്ലായി കിടക്കുമായിരിക്കും. നിങ്ങൾക്ക് ചൂസ് ചെയ്യാനായിട്ട് ഒരു ഡേറ്റ് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ അവിടെ അതിനനുസരിച്ച് വേണം നിങ്ങൾ പ്ലേസ് ചൂസ് ചെയ്യാനായിട്ട്. ഇത്തരം കാര്യങ്ങളാണ് ബയോമെട്രിക് അപ്പോയിൻമെന്റിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ചിരുന്നത്. ഇനി എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ, ഞാനത് റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ. വീഡിയോ ഉപകാരപ്രദമായെന്ന് കരുതുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഞങ്ങളുടെ വീഡിയോ ഏതെങ്കിലും രീതിയിൽ ഞങ്ങൾ നന്നാക്കണം, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ചെയ്തത് ശരിയായില്ല, ഇങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി നന്നാവാമായിരുന്നു എന്നൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു കമൻറ്റ് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് അത് വളരെ ഉപകാരമായിരിക്കും. ഞങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്ന കാര്യമാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ കാര്യമായിട്ടും അറിയില്ല. അതുകൊണ്ട് നിങ്ങളുടെ കമൻറ്റ്സ് വളരെ വാല്യൂബിൾ ആണ്. നിങ്ങൾക്ക് വിമർശനങ്ങളും നിങ്ങളുടെ ലൈക്കുകളും ഷെയറിങ്ങുകളും ഒക്കെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണാം. താങ്ക് യു വെരി മച്ച്.